പലപ്പോഴും ഉറ്റവരുണ്ട്, അതേ ഉടയവരുണ്ട്, കൂടപ്പറപ്പുകളുണ്ട്, കൂട്ടുവിശ്വാസികളുണ്ട്. അവർക്കൊന്നും നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ അയ്യോ മനം കലങ്ങി ആകുലതയോടെ ആകുലചിത്തനായി ഭാരപ്പെട്ട് അതേ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുന്ന അനുഭവത്തിലാണോ നീ ആയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് അതേ രാത്രി അതേ മനുഷ്യർക്ക് ആർക്കും നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരുവനുണ്ട്. അവന്റെ പേരാണ് നസ്രയനായ യേശു. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ഉലകത്തിൽ ആരും നിന്നെ ആശ്വസിപ്പിക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ, ഈ ഉലകത്തിൽ ആരും നിന്നെ സ്വാന്തനിപ്പിക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ നിനക്ക് ആശ്വാസം പകരാൻ ഒരുവൻ നിന്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. ഒരുവൻ നിന്നെ മാറോടടയ്ക്കുകയാണ്. അവന്റെ സ്നേഹം ഇന്ന് രാത്രി നിന്നെ പൊതിയുകയാണ്. അവന്റെ പേരാണ് നസ്രയനായ യേശു കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതേ വീണ് കിടക്കുന്ന ചിലതിനെ അവന്റെ കരം എഴുന്നേൽപ്പിക്കുന്ന രാത്രിയോ ഇന്ന് രാത്രി മാറട്ടെ. ഹല്ലേലൂയ. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി പെരുവെള്ളത്തിനെ വലിച്ചെടുത്തു. ഇന്ന് രാത്രി നീ മുങ്ങിപ്പോകുമെന്ന് നീ ചിന്തിക്കുന്ന, നിന്നെ മുക്കിക്കളയുമെന്ന് അതേ ലോകം വിധി എഴുതിയ അതേ മേഖലയ്ക്കകത്ത് നിന്ന് നിന്നെ ഉദ്ധരിക്കാൻ ഉയരത്തിൽ നിന്നൊരു കരം നിന്റെ നേരെ നീണ്ടുവരികയാ. ഹല്ലേലൂയ. ആണിപ്പഴുതുള്ള ഒരു കരം. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി ആണിയേറ്റൊരു കരം. ഇന്ന് രാത്രി നീ മുങ്ങിപ്പോകുമെന്ന് നീ ചിന്തിക്കുന്ന, ലോകം വിധി എഴുതിയിരിക്കുന്ന, പിശാച് നിനക്കെതിരെ അത് എഴുതി വെച്ചിരിക്കുന്ന മേഖലയിൽ നിന്നെ വലിച്ചു കയറ്റാൻ നിനക്ക് വേണ്ടി താണു വരികയാണ്.